നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ കാർ അപകടത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ 4 പേർ മരണമടഞ്ഞു. കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ ഏരിയയ്ക്കടുത്ത് പ്ലസന്റണിൽ 4-അംഗ മലയാളി കുടുംബം ഇലക്ട്രിക് കാർ അപകടത്തിൽ മരിച്ചത് സമൂഹത്തെ ആകെ ഞെട്ടിച്ചു. പത്തനംതിട്ട കൊടുമൺ ചെറുകര സ്വദേശി ടെക് കമ്പനി ഉദ്യോഗസ്ഥനായ ശ്രീ തരുൺ ജോർജ്, ഭാര്യ ശ്രീമതി റിൻസി, 2 മക്കൾ എന്നിവരാണ് മരണമടഞ്ഞത്. ചെന്നൈ അണ്ണാനഗർ ഈസ്റ്റിൽ താമസിക്കുന്ന ശ്രീ ജോർജ് സി ജോർജ്, ശ്രീമതി അനിത ദമ്പതികളുടെ മകനാണ് ശ്രീ തരുൺ ജോർജ്. ശ്രീ തരുൺ ജോർജിന്റെ കുടുംബം നിരവധി വർഷങ്ങളായി ചെന്നൈയിലാണ്. ചെന്നൈ അണ്ണാനഗർ മാർത്തോമ ഇടവക അംഗങ്ങളാണ്. പിതാവ് ജോർജ് സി ജോൺ പത്തനംതിട്ട കൊടുമൺ സ്വദേശിയാണ്. സ്റ്റോൺ റിഡ്ജ് ഡ്രൈവിന് സമീപമുള്ള റോഡിൽ ഏപ്രിൽ 24 ബുധനാഴ്ച രാത്രി 9:30 അപകടം. വഴിവെക്കിലെ ഓക്ക് മരത്തിൽ കാർ ഇടിച്ച് കത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞു. അപകടത്തിന് പിന്നാലെ തീ പിടിച്ച ഇലക്ട്രിക് കാർ പൂർണ്ണമായും കത്തി നശിച്ചു. വേഗത ഒരു ഘടകമായിരിക്കാം, എന്നാൽ മദ്യവും മറ്റു പ്രശ്നങ്ങളും അപകടത്തിന് കാരണമായതായി വിശ്വസിക്കുന്നില്ലെന്ന് പോലീസ് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിനോട് പറഞ്ഞു. ഫൗൾ പ്ലേ സംശയിക്കുന്നില്ല. അപകടത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഇലക്ട്രിക് കാറിന് തീ പിടിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും വീണ്ടും കത്തുകയും ചെയ്തു. കാർ തുറക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതുന്നു. ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല, പോലീസ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ പുറത്തുവിടും. കുട്ടികളിൽ ഒരാൾ മിഡിൽ സ്കൂളിലും മറ്റൊരാൾ എലിമെന്ററിയിലും ആയിരുന്നുവെന്ന് പ്ലസന്റൺ യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്ട് പറയുന്നു. കാർ മരത്തിലിടിക്കുന്നതിന് മുമ്പ് ഒരു പോളിൽ ഇടിക്കുകയും തീ പിടിക്കുകയും ചെയ്തതായി വീഡിയോയിൽ കാണുന്നതായി ക്രോൺഫോർ റിപ്പോർട്ട് പറയുന്നു. വളവുകളും മരങ്ങൾ നിറഞ്ഞതുമായ ഫുട്ഹിൽ റോഡിലൂടെ നിരവധി ഡ്രൈവർമാർ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതായി പരിസരവാസികൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നിരവധി മാരകമായ അപകടങ്ങൾ ഈ റോഡിൽ പതിവായി നടക്കുന്നു. തരുൺ ജോർജ് വളരെ നല്ല വ്യക്തിയാണ്, എപ്പോഴും ഊർജ്ജസ്വലൻ. കൂടെ പ്രവർത്തിക്കാനും സംഭാഷണങ്ങൾ നടത്താനും ഏറെ സന്തോഷം തോന്നിയ വ്യക്തി, സുഹൃത്ത് ഹസൻ ഷെയ്ഖ് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. സുഹൃത്തുക്കളും അയൽവാസികളും കുട്ടികളും അപകട സ്ഥലത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സഹോദരി ടാനിയ.